നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ ഈ കുട്ടിക്കാല സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ വീട്ടിൽ നിന്നാണ് മിക്കവാറും കാര്യങ്ങൾ ആദ്യം പഠിക്കുന്നെങ്കിൽ പോലും നമ്മൾ ചങ്ങാത്തം കൂടുന്ന ആളുകൾക്ക് വലിയ സ്വാധീനമുണ്ട് പിൽക്കാല ജീവിതത്തിൽ. ഏതാണ്ട് 70കളുടെ തുടക്കത്തിലുള്ളൊരു കഥയാണ് ഞാൻ പറയുന്നത്. അമേരിക്കയിലെ സിയാറ്റലിലെ ലേക്ക് സൈഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു കെൻ ഇവാൻസ്. കെന്നിൻ്റെ ബാഗിൽ പലപ്പോഴും പല ഉപകരണങ്ങളും മാസികകളും ഒക്കെ കാണും. ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ബിൽ ഗേറ്റ്സിൽ താല്പര്യം ഉണ്ടാക്കി കൊടുത്തത് ശരിക്കും ഈ കെൻ്റായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ ബാഗ് തുറന്ന് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കെൻ്റ്. ഇരുവരുടെയും പ്രിയപ്പെട്ട ഇടമാണ് സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ്. ഈ യഥാർത്ഥത്തിൽ ഈ ബിൽ ഗേറ്റ്സിന് ഈ കമ്പ്യൂട്ടറിലേക്ക് അടുപ്പിക്കുന്നതിനൊക്കെ ഈ കെൻറ്റിൻ്റെ സൗഹൃദം ഉപകാരപ്പെട്ടിട്ടുണ്ട്. സ്കൂളിലെ ക്ലാസ് ഷെഡ്യൂളിംഗ് ഓട്ടോമേറ്റഡ് ആക്കി മാറ്റുന്ന ഒരു പ്രോജക്റ്റ് രൂപപ്പെടുത്താമെന്ന് കെൻ്റ് ഒരിക്കൽ ബിൽ ഗേറ്റ്സിനോട് പറഞ്ഞു. ഇരുവരും ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുക. അപ്രതീക്ഷിതമായി 17-ാം വയസ്സിൽ ഈ സുഹൃത്ത് കെൻ്റ് മരിച്ചുപോയി. മലകയറ്റത്തിനിടെ കെൻ്റ് വീണ് മരിച്ചതാണ്. കെൻ്റ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ബിൽ ഗേറ്റ്സ് ആ പ്രോജക്റ്റ് പൂർത്തീകരിച്ചു കൊടുത്തു. കെൻ്റ് ഇവാൻസും ലേക്ക് സൈഡ് സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അറിയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഉടമ ബിൽ ഗേറ്റ്സ് ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം തന്നെ ഇക്കാര്യം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. വ്യക്തിബന്ധങ്ങളും അനുഭവങ്ങളും ഒരാളുടെ ജീവിതവും കരിയറും സ്വഭാവവും ഒക്കെ മാറ്റിമറിച്ചു എന്ന് വരും. നമ്മൾ ശരിക്കും കുട്ടിക്കാലത്ത് സൗഹൃദം ഉണ്ടാക്കാതെ ചില മാതാപിതാക്കൾ കുട്ടികളെ അടച്ച് വീട്ടിൽ തന്നെ സൂക്ഷിക്കും, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന വെള്ളം പോലെ. അങ്ങനെ ഒരിക്കലും സൂക്ഷിക്കരുത്, അവരെ തുറന്നു വിടണം. അയൽപ്പക്കത്തുള്ള കുട്ടികളായിരിക്കും ചിലപ്പോൾ ഇവരെ പുതിയ ആകാശം കാണിച്ചു കൊടുക്കുന്നത്. നല്ല സൗഹൃദങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണം. കുട്ടികൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകണം. അവർക്ക് ജീവിതത്തിൻ്റെ പുതിയ വഴികൾ കാണാൻ ഈ സൗഹൃദം ഉപകരിക്കണം.